ജിൻഡോയുടെ ഇപ്പൊ ഒരു ബോഡി ഷോ ചെയ്യാൻ പറഞ്ഞു നമ്മുടെ അഭിഷേകും അർജുനും റസ്മിനും പിന്നെ ഋഷിയും ശ്രീതുവും എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പാട്ടൊക്കെ പാടി എന്താ ബോഡി ഷോ ഒക്കെ കാണിച്ച് നല്ല രസം പിടിച്ച് വരുമ്പോഴാണ് ശ്രീരേഖ വരുന്നത് രസംകൊല്ലിയായിട്ട്. ജിൻഡോയെ മോശമായിട്ട് പ്രൊജക്ട് ചെയ്യാൻ ഈ പെണ്ണുമ്പോൾ കുറെ ദിവസമായിട്ട് ശ്രമിക്കുന്നു. ഇവരിപ്പോ വുമൺ കാർഡ് ഇറക്കുകയാണ് ജിൻഡോയ്ക്കെതിരെ, നോറയെ അൺകംഫർട്ടബിൾ ആക്കുന്നുവെന്ന്. അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആണാണെങ്കിൽ കുഴപ്പമില്ല, അതൊരു സ്ത്രീ ആയിപ്പോയി, അൺകംഫർട്ടബിൾ ആക്കരുതെന്ന്. ഓഡിയൻസ് എല്ലാം കാണുന്നുണ്ട് ചേച്ചി. എഴുതാപ്പുറം വായിച്ച് നിങ്ങളുടെയൊക്കെ മാനിപ്പുലേഷനിൽ വീഴുന്ന ഓഡിയൻസ് ഒക്കെ പണ്ട്. ജിൻഡോ പാട്ട് പാടിയും ബോഡി ഷോ കാണിച്ചൊക്കെ സ്പേസ് ഉണ്ടാക്കുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ശ്രീരേഖയ്ക്ക് എവിടെയാണ് പാളിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാല് റസ്മിനും സിജോയും അർജുനും അഭിഷേകും അവിടെ ഇരുന്ന ആരും ശ്രീരേഖ പറഞ്ഞതിന്റെ വാലിൽ പിടിക്കാൻ പോയില്ല, ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറാൻ പോയില്ല. ശ്രീരേഖ അങ്ങനെ പ്രതീക്ഷിച്ചു, പക്ഷെ റസ്മിനൊക്കെ പറഞ്ഞത് ജിൻഡോ അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ചെയ്തില്ല. നോറയെ അതിനനുസരിച്ച് കൈ ഇണക്കി ജിൻഡോ ബോഡി ഷോ ചെയ്തപ്പോൾ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് റസ്മിനൊക്കെ പറഞ്ഞു. സിജോയും എല്ലാവരും അതേപോലെ തന്നെയാണ് സംസാരിച്ചത്. അതൊരു നല്ല മൂവ് ആയിരുന്നു. ഇവരൊക്കെ വിഷം ചെയ്യുന്നതിന്റെ വാലിൽ പിടിക്കാൻ പുതിയ തലമുറയിലെ പിള്ളേരെ കിട്ടില്ല എന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി കാണും. ഉടനെ ചമ്മി നാറി നടന്നകന്ന് പോകുന്നുണ്ട്. ഒത്തില്ല ചേച്ചി, ഒത്തില്ല, പിന്നീടാവാം വിഷം ചീറ്റിട്ട്. ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്ക്. നോറക്കില്ലാത്ത വിഷമമാണ് ഈ കൊലസ്ത്രീക്കുള്ളത്. വലിയ കൊലയാണെന്നാണ് വിചാരം. വായിന്ന് വീഴുന്നത് ഇമാരി തഴന്തറന്ന വർത്താനമാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയാൻ മാത്രം അറിയാം, അതൊന്നും ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു സാധനമാണ്, ആണ് പെണ്ണ് വ്യത്യാസമാണ് ഇവരുടെയൊക്കെ മൈൻഡില്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.